കൊണ്ടോട്ടിയിലെ LDF സ്ഥാനാർത്ഥി ശ്രീ പി ജിജിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. നാട്ടിൽ മത്സരിക്കാൻ കഴിയുന്നതിൻ്റെ ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും സന്തോഷമാണത്, നല്ല ആത്മവിശ്വാസമാണ്. കഴിഞ്ഞ തവണ വേങ്ങരയായിരുന്നു മത്സരിച്ചത്. അതിനുശേഷം അക്കാദമിക് രംഗത്തേക്ക് പോകുന്നു, ഡോക്ടറേറ്റ് എടുക്കുന്നു, PhD എടുക്കുന്നു. ഇത്തവണ മത്സരിക്കാനുണ്ടാകില്ല എന്ന തരത്തിലൊക്കെ കേട്ടിരുന്നു. പഠനവും അതേപോലെ അധ്യാപനവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. യാദൃശ്ചികമായിരുന്നോ ഈ ഒരു സ്ഥാനാർത്ഥിത്വം? സത്യത്തിൽ നമ്മളല്ല തീരുമാനിക്കുന്നത്. മുമ്പ് മത്സരിക്കുന്നതായാലും ഇപ്പോൾ മത്സരിക്കുന്നതായാലും നമ്മളല്ല തീരുമാനിക്കുന്നത്. തീരുമാനം എടുക്കുന്നു, നമ്മളോട് പറയുന്നു, നമ്മൾ മത്സരിക്കുന്നു. ഞാൻ പക്ഷേ വേങ്ങരയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പഠനത്തിലേക്ക് പോയ ആളല്ല. ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ കൂടെ തന്നെ പഠിച്ച ആളാണ്. ഇപ്പം NSS കോളേജിൽ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് SFIയിലേക്ക് വരുന്നത്. സംഘടനാ പ്രവർത്തനം നടത്തി തന്നെയാണ് ഡിഗ്രിയും PG യും B.Edഉം MPhilഉം PhDയും ഇപ്പോൾ പൂർത്തിയാക്കുന്നത്. അതിൻ്റെ ഒരു അവസാന സ്റ്റേജിൻ്റെ തിരക്കിലായിരുന്നു എന്ന് മാത്രം. അതെ അതെ അധ്യാപനത്തിലേക്ക് പോയി. അതെ, ഇടക്കാലത്ത് RMHSൽ അധ്യാപികയായി ജോലി ചെയ്തു. അപ്പം നമുക്ക് രണ്ടും കൂടെ, നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനവും കുട്ടികളോടും നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ, രണ്ടും കൂടെ ഒരുപോലെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്ന് തോന്നിയപ്പോൾ സ്കൂളിൽ നിന്നിപ്പോൾ റിസൈൻ ചെയ്തിട്ട് പൂർണ്ണസമയ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ തന്നെയാണുള്ളത്. അതാണ് ആ പാർട്ടി ഏൽപ്പിച്ചിരുന്നത്. വലിയൊരു വെല്ലുവിളിയാണല്ലോ. കാരണം എക്കാലവും ലീഗ് അവരുടെ വലിയൊരു കോട്ടയായി കാണുന്ന കൊണ്ടോട്ടി, അഭിമാന മണ്ഡലമായി കാണുന്ന കൊണ്ടോട്ടിയിലേക്കാണ് നിയോഗിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് മത്സരത്തെ കാണുന്നത്? തീർച്ചയായും അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ വിജയസാധ്യതകളാണല്ലോ നോക്കുക. അപ്പോൾ ഇവിടെ കൊണ്ടോട്ടി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്നൊരു MLA ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പം നോക്കുമ്പോൾ പാർട്ടിക്ക് ഞാനതിന് ഏബിളാണ് എന്ന് തോന്നുമ്പോൾ എന്നെ ഏൽപ്പിക്കുകയാണ്. ഞാൻ ഈ നാട്ടുകാരിയാണ്. ഇപ്പോൾ ഒരു ഡിഗ്രിക്ക് വന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന SFI വിദ്യാർത്ഥി രംഗത്തേക്ക് ഇറങ്ങുന്ന സമയം മുതൽ ഈ നാട്ടുകാർക്കൊക്കെ എന്നെ അറിയാം. ഇപ്പം ഞങ്ങൾ 1-2 വീടുകളിൽ ചെല്ലുമ്പോഴൊക്കെ അവർ പറയണത്, മോൾ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ കുടുംബയോഗത്തിൽ വന്നിട്ടുണ്ടല്ലോ, അവിടെ ആ അങ്ങാടിയിൽ പ്രസംഗിച്ചിട്ടുണ്ടല്ലോ, നമുക്കറിയാലോ. പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഇവിടെ തന്നെയല്ലേ പഠിക്കുന്നത്. സ്കൂളൊക്കെ ഇപ്പോൾ ചാലിയപ്പുറ സ്കൂളിൽ, വാഴക്കാട് സ്കൂളിൽ ഒക്കെ ഇവിടെ പഠിക്കുമ്പോൾ നമ്മുടെ കൂടെ പഠിച്ചവർ, അവരുടെ ബന്ധുക്കൾ, അപ്പം അങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കയറി വോട്ട് അഭ്യർത്ഥിക്കുന്നത് അങ്ങനെ ഒരു അനുഭവമാണ് ഇവിടെ ആയതുകൊണ്ട്. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ മറ്റാരും പറയാതെ നേരിട്ട് തന്നെ അറിയുന്നതാണല്ലോ. എന്തൊക്കെയാണ് പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങളൊക്കെ? നമ്മളെന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ കൊണ്ടോട്ടിയിൽ ഇവിടെ വിജയിച്ചു വന്ന ആളുകൾക്ക് കൊണ്ടോട്ടിക്കൊരു വികസന മുഖം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കേരളത്തിൽ ഒന്നാകെ ഉണ്ടായിട്ടുള്ളൊരു മാറ്റമുണ്ട്. ഇടതുപക്ഷ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളൊരു മാറ്റമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്തേക്ക് കൊണ്ടോട്ടിക്ക് തനതായിട്ട് ഇവിടെ പലതും നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ കൊണ്ടോട്ടിക്ക് കേരളത്തിനൊരു വലിയ വികസന മുഖം ഇടതുപക്ഷ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ വികസന മുഖം ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ കൊണ്ടോട്ടിയിൽ കൂടി കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ കരിപ്പൂർ എയർപോർട്ട് ഉൾപ്പെടെയുള്ള ഒരു വലിയ പട്ടണമാണ് കൊണ്ടോട്ടി. പക്ഷെ നമ്മൾ നോക്കിയാൽ അറിയാം, ഒരു മുഖവും, അത്തരത്തിലുള്ള ഒരു വലിയ പട്ടണത്തിൻ്റെ ഒരു മുഖവും ഒരു സൗകര്യവും കൊണ്ടോട്ടിയിലില്ല. ഞങ്ങൾക്ക് ഒരുപാട് വർഷങ്ങൾ നമ്മൾ പുറകിലാണ്. അപ്പോൾ ആ കൊണ്ടോട്ടിയെ ഞാനെന്ന ഈ നാട്ടുകാരിയിലൂടെ ഇടതുപക്ഷത്തിന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കൂടെ ഓടിയെത്താൻ എത്തിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മറുവശത്ത് MSF കാലത്ത് മുതൽ മറുവശത്ത് വരുന്ന TP അഷ്റഫ് അലിയാണ് സ്ഥാനാർത്ഥി. എങ്ങനെ കാണുന്നു ഈ ഒരു മത്സരത്തെ? നമ്മളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും എൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലം കൂടി എടുത്താൽ എനിക്ക് തോന്നുന്നു ആളുകൾക്ക് ഒന്നുകൂടെ ഞാൻ പരിചിതയാണ്. വിദ്യാർത്ഥി സമര രംഗത്തായാലും സംഘടനാ പ്രവർത്തനത്തിനകത്തായാലും നമ്മൾ അവിടെയും സജീവമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ UDFൻ്റെ ഭരണത്തിലാണ് നമ്മുടെ കൊണ്ടോട്ടി മണ്ഡലത്തിൽ ഒരു വിദ്യാലയം അടച്ചുപൂട്ടാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഞങ്ങളല്ലേ, ഞാൻ ഉൾപ്പെടെയുള്ളവരല്ലേ ആ സമരത്തിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ അത് ഈ നാട് മറക്കില്ല. ഞങ്ങൾ സംരക്ഷിച്ച ഇടതുപക്ഷവും SFIയും UDF അടച്ചുപൂട്ടാൻ വേണ്ടി തീരുമാനമെടുത്തതിൽ നിന്ന് നമ്മളിവിടെ സംരക്ഷിക്കുകയുണ്ടായി. അപ്പോൾ പിന്നീട് ഇടതുപക്ഷ ഗവൺമെൻറ് വരുമ്പോഴാണ് ആ മേഖലയിലൊക്കെ വിപ്ലവകരമായ തീരുമാനം എടുക്കുന്നത്. കേരളത്തിൽ വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടുകയല്ല പിന്നീട് ചെയ്തത്, വിദ്യാലയങ്ങൾ മികവിൻ്റെ കേന്ദ്രങ്ങളാവുക ചെയ്തത്. അപ്പോൾ ഈ നാട് എന്നെ മറക്കില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഈ കൊണ്ടോട്ടിയെ, ഞാൻ പറഞ്ഞല്ലോ, കൊണ്ടോട്ടിയുടെ ഒരു മുഖം മാറണമെന്നുണ്ട്. കൊണ്ടോട്ടി അപ്പോൾ സ്വാഭാവികമായിട്ടും കൊണ്ടോട്ടിയിലെ ഒരു വോട്ടറായിട്ടുള്ള ഒരാൾ വരുമ്പോൾ സ്വാഭാവികമായി ഒരു സ്നേഹം കൊണ്ടോട്ടിയോടുണ്ടാവും. നാളിതുവരെ ഇവിടെ നിന്ന് വിജയിച്ചു പോയവർക്കൊന്നും കൊണ്ടോട്ടിയോട് അത്തരത്തിലൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത ആളുകളാണ്. ഇവിടുത്തുകാരല്ല ഇവിടെ നിന്ന് വിജയിച്ചു പോയത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസം ഞങ്ങൾ ഈ കൊണ്ടോട്ടിക്കാർ
ഈ നാട്ടുകാർ നന്നായി അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു മാറ്റം ഉണ്ടാവണമെന്ന് ഈ നാടൊന്നാകെ ആഗ്രഹിക്കുന്നുണ്ട്. നാട്ടുകാരിയാണ് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജായി കൊണ്ടോട്ടിയിൽ ജിജി കാണുന്നത്. മാത്രമല്ല സമഗ്ര വികസനം മുന്നോട്ട് വെച്ചിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ് ഇവിടെ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുകയും ചെയ്യുന്നത്. അഖിലോട്ട് പാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.